എന്നാൽ ഇവിടെ മാലിനിയെ പരിശോധിച്ച ഡോക്ടർ പറയുന്നു മാലിനി 1.5 മാസം ഗർഭിണിയാണെന്ന്. അതെങ്ങനെ സംഭവിച്ചു? ജയകൃഷ്ണന്റെ മനസ്സിൽ സംശയങ്ങളുടെ ഒരാൽമരം വളരാൻ തുടങ്ങി. മാത്രമല്ല ഡോക്ടർ അക്കാര്യം പറയുമ്പോൾ അത് കേട്ടിരുന്ന മാലിനിയുടെ മുഖത്ത് വിരിഞ്ഞ നാണം കലർന്ന ഒരു സന്തോഷം. അത് കണ്ടപ്പോൾ അവൾ കേൾക്കാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്ന ഒന്നാണ് ഇതെന്ന് വ്യക്തമായിരുന്നു. അവളുടെ മുഖത്തെ ആ സന്തോഷം കണ്ടതോടെ അവൻ്റെ മനസ്സൊന്ന് ആളി. കാരണം മദ്യപിച്ച് ബോധമില്ലാതെ വന്ന ഏതെങ്കിലും ദിവസം മദ്യത്തിൻ്റെ ലഹരിയിൽ താൻ അറിയാതെ മാലിനിയെ തൊട്ടിട്ടുണ്ടാകുമോ അവൻ ഓർത്തുനോക്കി. എന്നാൽ അവൻ എത്ര ഓർക്കാൻ ശ്രമിച്ചിട്ടും മദ്യപിച്ച് ലക്കില്ലാതെ വന്ന അവൻ മാലിനിയോട് അങ്ങനെയൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെയായിരുന്നു അവൻ്റെ മനസ്സ് അവനോട് പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് മാലിനി ഗർഭിണിയാണെന്ന് ഡോക്ടർ പറഞ്ഞത്? ഇതുവരെയുള്ള മാലിനിയുടെ സ്വഭാവരീതി വച്ചു നോക്കിയാൽ മറ്റുള്ളവരോടുള്ള അവളുടെ പെരുമാറ്റം വളരെ മാന്യമായിട്ട് തന്നെയായിരുന്നു. മാത്രവുമല്ല മാനാഭിമാനത്തിന് സ്വന്തം ജീവനേക്കാൾ കൂടുതൽ വില കൽപ്പിക്കുന്നവളാണ് മാലിനി. കൂടാതെ അവൾ ചെയ്യുന്ന പ്രൊഫഷനാകട്ടെ സമൂഹത്തിൽ മാന്യത ഏറെയുള്ള ഒരു ജോലിയുമാണ്. അങ്ങനെയൊക്കെയുള്ള മാലിനിക്ക് മോശമായ ഇങ്ങനെയൊരവസ്ഥയിലേക്ക് തരം താഴാൻ കഴിയുമോ? അറിയില്ല. പിന്നെ മാലിനി എങ്ങനെ ഗർഭിണിയായി? ഇനി താൻ അറിയാതെ തൻ്റെ തന്നെ ഭാഗത്തു നിന്ന് സംഭവിച്ചതാകുമോ? ഒന്നും അറിയില്ല. കൃത്യമായ ഒരുത്തരം കണ്ടെത്താൻ കഴിയാത്ത വിഷമത്താൽ സ്വയം ശപിച്ചുകൊണ്ട് അവൻ അങ്ങനെ ഇരുന്നു പോകുന്നു. ഒടുവിൽ കലങ്ങിമറിഞ്ഞ ഒരു മനസ്സുമായി മാലിനിയെയും കൂട്ടി ഡോക്ടർ നൽകിയ മരുന്നിൻ്റെ കുറിപ്പടിയുമായി അവിടെ നിന്നും പുറത്തേക്ക് നടന്നു. ഈ സമയം പുറത്തു നിൽക്കുന്നവരെ സംബന്ധിച്ച് പറഞ്ഞാൽ ആ നേഴ്സിനൊപ്പം ജയകൃഷ്ണൻ അകത്തേക്ക് കയറിപ്പോയ നിമിഷം മുതൽ മാലിനിക്ക് സംഭവിച്ചത് എന്താണെന്നായിരിക്കും ഡോക്ടർ ജയകൃഷ്ണനോട് പറഞ്ഞിരിക്കുക എന്ന ടെൻഷനിലും അതിലുപരി ആകാംക്ഷയിലുമായിരുന്നു അവർ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് വരുന്ന ജയകൃഷ്ണനെയും കാത്ത് ആ റൂമിൻ്റെ അകത്തേക്ക് നോക്കി എല്ലാവരും അങ്ങനെ നിൽക്കുകയാണ്. ഒടുവിൽ അവരുടെയെല്ലാം ആ ആകാംക്ഷയ്ക്കും കാത്തിരിപ്പിനും വിരാമം കുറിച്ചുകൊണ്ട് അവർ ഇരുവരും പുറത്തേക്ക് ഇറങ്ങി വന്നു. ജയകൃഷ്ണനൊപ്പം മാലിനിയെ കണ്ടതോടെ അവിടെ എല്ലാവരുടെയും മനസ്സിൽ അതുവരെ ഉണ്ടായിരുന്ന ടെൻഷനും പേടിയും ഒന്ന് കുറഞ്ഞു. എങ്കിലും അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ കഴിയാത്തതിൻ്റെ ഒരുതരം ആവലാതി മനസ്സിൽ അപ്പോഴും ഉണ്ടായിരുന്നു. ആ ഒരു അവസ്ഥയോടെ അവർ തങ്ങളുടെ അടുത്തേക്ക് നടന്നു വരുന്ന മാലിനിയുടെയും ജയകൃഷ്ണൻ്റെയും അടുത്തേക്ക് ചെന്നു അവരുടെ ചുറ്റുമായി നിന്നുകൊണ്ട് മാലിനിക്ക് എന്താണ് സംഭവിച്ചതെന്നും ഡോക്ടർ എന്താണ് പറഞ്ഞതെന്നും ചോദിക്കുന്നു. എന്നാൽ തങ്ങൾക്ക് വട്ടം ചുറ്റി നിൽക്കുന്നവരിൽ നിന്നും ഉയർന്നു വന്ന ആ ചോദ്യം കേട്ട് അതിനുള്ള മറുപടി പറയാതെ ജയകൃഷ്ണൻ മാലിനിയുടെ നേർക്കൊന്നു നോക്കി. ഡോക്ടർ അവർ രണ്ടാളും കേൾക്കെ ആ സന്തോഷകരമായ കാര്യം ജയകൃഷ്ണനോട് പറഞ്ഞപ്പോൾ അത് കേട്ട് അമ്പരന്ന് നിശബ്ദനായിരുന്നതല്ലാതെ ഒരിക്കൽ പോലും അവൻ മാലിനിയുടെ നേർക്കൊന്ന് നോക്കിയതേയില്ല. എന്നാൽ ഇപ്പോൾ അവളുടെ നേർക്കുള്ള അവൻ്റെ ആ നോട്ടം അത് സ്നേഹം കൊണ്ടോ സന്തോഷം കൊണ്ടോ ആയിരുന്നില്ല. മറിച്ച് ഡോക്ടർ പറഞ്ഞ കാര്യം മാലിനി തന്നെ വീട്ടുകാരോട് പറയണമെന്ന ഒരുതരം വാശിയായിരുന്നു അതിനു പിന്നിൽ. ഈ സമയം തനിക്ക് നേരെയുള്ള ജയകൃഷ്ണൻ്റെ ആ നോട്ടത്തിൽ നിന്നും വീട്ടുകാരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും അതോടൊപ്പം തന്നെ ഡോക്ടർ ജയകൃഷ്ണനോട് പറഞ്ഞ ആ കാര്യങ്ങൾക്ക് കൃത്യമായൊരുത്തരം തന്നിൽ നിന്ന് തന്നെ അറിയണമെന്നതിൻ്റെയും ഒരുതരം വാശിയുണ്ടായിരുന്നു അതിനു പിന്നിൽ. അത് മനസ്സിലാക്കിയ മാലിനി പക്ഷേ ഒന്നും അറിയാത്ത ഒരാളെപ്പോലെ നിശബ്ദയായി നിൽക്കുക മാത്രമാണ് ചെയ്തത്. ഈ സമയം തങ്ങളുടെ ചോദ്യങ്ങൾ കേട്ടിട്ട് മറുപടിയൊന്നും പറയാതെ നിശബ്ദരായി നിൽക്കുന്ന മാലിനിയെയും ജയകൃഷ്ണനെയും കണ്ട് ചുറ്റും കൂടി നിന്നവരുടെ ടെൻഷൻ ഇരട്ടിയായി. അതിനെ തുടർന്ന് അവർ വീണ്ടും അവരുടെ ചോദ്യങ്ങൾ ആവർത്തിക്കുന്നു. കൂട്ടത്തിൽ ജയകൃഷ്ണനെയും മാലിനിയെയും സമാധാനപ്പെടുത്തിക്കൊണ്ട് ഡോക്ടർ പറഞ്ഞ കാര്യം അതെന്ത് തന്നെയായാലും അക്കാര്യം ഞങ്ങളോട് ഒരു ധൈര്യമായി തന്നെ തങ്ങളോട് പറയാനും ആവശ്യപ്പെടുന്നു. ഈ സമയത്താണ് മാലിനിയെ പരിശോധിച്ച ഡോക്ടർ ആ വഴി വന്നത്. ഡോക്ടറെ കണ്ടതും ഭഗീരഥി പിന്നെ ഒന്നും ചിന്തിക്കാനോ മാലിനിയോടും ജയകൃഷ്ണനോടും എന്തെങ്കിലും ചോദിക്കാനോ നിൽക്കാതെ ആ ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നു. അദ്ദേഹത്തോടെ താൻ ആരാണെന്നും എന്തിനാണ് വന്നതെന്നുമുള്ള എല്ലാ കാര്യങ്ങളും ഭഗീരഥി ഡോക്ടറോട് പറയുന്നു. എന്നാൽ വല്ലാത്തൊരു തരം ടെൻഷനോടെ തനിക്ക് മുന്നിൽ നിന്ന് കാര്യങ്ങൾ പറയുന്ന ഭഗീരഥിയെ കണ്ട ഡോക്ടർ ആദ്യം മാലിനിക്ക് അവർ ഭയപ്പെടുന്നത് പോലെയുള്ള യാതൊരുവിധ രോഗങ്ങളും ഇല്ല എന്ന് പറഞ്ഞ് അവരെ സമാധാനപ്പെടുത്തുന്നു. തുടർന്ന് മാലിനി
1.5 മാസം ഗർഭിണിയാണെന്ന ആ സന്തോഷവാർത്ത ഭഗീരഥിയോട് പറയുന്നു. ഡോക്ടറുടെ നാവിൽ നിന്നും ആ ഒരു സന്തോഷകരമായ വാർത്ത കേട്ടതും അതുവരെ ടെൻഷനടിച്ച് അതിൻ്റെ മുൾമുനയിൽ നിന്ന അവരുടെ ഓരോരുത്തരുടെയും മനസ്സിൽ സന്തോഷമാണോ സങ്കടമാണോ അറിയില്ല, വല്ലാത്ത ഒരുതരം അവസ്ഥയിലായി തീർന്നു അവർ ഓരോരുത്തരും. മനസ്സിലടക്കാൻ കഴിയാത്ത സന്തോഷത്താൽ മാലിനിയുടെ അമ്മ മായാദേവിയും ഭഗീരഥിയും മാലിനിയെ കെട്ടിപ്പിടിച്ചു. അവളുടെ നെറുകയിൽ ഉമ്മ വെച്ചു. ഉമ്മ വയ്ക്കുന്നതിനിടെ അവരുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞൊഴുകി. മറ്റുള്ളവർ അവളുടെ മുഖത്തേക്ക് നോക്കി സ്നേഹസാന്ദ്രമായി പുഞ്ചിരിച്ചു. ഈ സമയം മാധവനും ജയനന്ദനും ജയകൃഷ്ണന്റെ അരികിലെത്തി അവന്റെ കൈകളിൽ പിടിച്ച് അനുമോദിച്ചു. നമ്പ്യാരാകട്ടെ സ്നേഹത്തോടെ, അതിലുപരി തൻ്റെ മകൻ ഒരച്ഛനാകാൻ പോകുന്നു എന്നതിൻ്റെ സന്തോഷത്താൽ ജയകൃഷ്ണനെ നോക്കി പുഞ്ചിരിയോടെ നിന്നു. അങ്ങനെ ആകെ മൊത്തം സന്തോഷകരമായ നിമിഷങ്ങളായിരുന്നു അവിടെ. എന്നാൽ ആ സന്തോഷത്തിൽ ഒരാൾ മാത്രം പങ്കെടുത്തിരുന്നില്ല. അത് ജയനന്ദൻ്റെ ഭാര്യ വാണിയായിരുന്നു. അതിന് അവൾക്ക് കുറേ കാരണങ്ങളും ഉണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞിട്ടും ഇതുപോലൊരു സന്തോഷവാർത്ത ചെമ്പകശ്ശേരിയിൽ കൊടുക്കാൻ അവൾക്ക് ഇതുവരെ കഴിഞ്ഞിരുന്നില്ല. കാരണം അവൾക്ക് കുട്ടികൾ ഉണ്ടാകില്ല എന്നുള്ളതായിരുന്നില്ല, മറിച്ച് ആ ഒരു കാര്യത്തിന് ആദ്യമൊന്നും അവൾ മനസ്സുകൊണ്ട് തയ്യാറായിരുന്നില്ല എന്നതായിരുന്നു സത്യം. അവളുടെ ആ ഇഷ്ടക്കുറവിന് അവൾക്ക് അവളുടേതായ കുറേ കാരണങ്ങളും ഉണ്ടായിരുന്നു. അത് പക്ഷേ അവൾ ജയനന്ദനോടും പറഞ്ഞിരുന്നില്ല. മറിച്ച് തങ്ങൾക്കിപ്പോൾ കുട്ടികളൊന്നും വേണ്ട എന്ന് മാത്രമാണ് പറഞ്ഞത്. എന്നാൽ കുറച്ചു മാസങ്ങളായി വാണിയുടെ ആ തീരുമാനത്തിന് ഒരു അയവ് വന്നിരിക്കുകയാണ്. അവളുടെ ആ തീരുമാനത്തിന് കാരണമായത് വന്ദനയുടെ മകൻ അപ്പുവുമായിരുന്നു. അവൻ്റെ കളിയും ചിരിയും കൊഞ്ചിക്കൊഞ്ചിയുള്ള കാര്യങ്ങളും കുസൃതികളും ഒക്കെ കാണുകയും അവനൊപ്പം കളിക്കാനും ഒക്കെ കൂടിയതോടെ തനിക്കും ഒരു കുഞ്ഞു വേണമെന്ന മോഹം അവളിലും തോന്നിത്തുടങ്ങുന്നു. മാത്രമല്ല, ജയകൃഷ്ണൻ്റെ അമ്മയും തൻ്റെ അപ്പച്ചിയുമായ ഭഗീരഥി ആൻറ്റിക്ക് തങ്ങളുടെ തലമുറ നിലനിർത്താൻ ആൺമക്കളിൽ ഒരു കുഞ്ഞ് അതില്ലാത്തതിൻ്റെ വിഷമം തെല്ലൊന്നുമായിരുന്നില്ല. പലപ്പോഴും ഇക്കാര്യം പറഞ്ഞ് അവർ സങ്കടപ്പെട്ടിരുന്നു. അതുകൂടി കണ്ടതോടെയാണ് മാലിനി ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് വന്നത്. എന്നാൽ ഇപ്പോൾ ആ ഭാഗ്യം കൈവന്നിരിക്കുന്നത് മാലിനിക്കാണ്. വിവാഹം കഴിഞ്ഞ് 4.5 മാസം കഴിഞ്ഞതേയുള്ളൂ. മാലിനി 1.5 മാസം ഗർഭിണിയാണ്. ഇനി ചെമ്പകശ്ശേരിയിലുള്ള എല്ലാവരും മാലിനിയായിരിക്കും കൂടുതൽ സ്നേഹിക്കുക. മാലിനിയിലൂടെ ചെമ്പകശ്ശേരിക്ക് അടുത്ത തലമുറ വരികയല്ലേ. അതുമാത്രമല്ല, അവരുടെ ഇളയ മകൻ ജയകൃഷ്ണനിലൂടെയാകുമ്പോൾ അവരുടെയെല്ലാം സന്തോഷം അത് ഇരട്ടിയായിരിക്കും. കാരണം അത്ര കണ്ട് അവിടെയുള്ളവർ ഓരോരുത്തരും തൻ്റെ ഭർത്താവ് ജയനന്ദനടക്കം ആഗ്രഹിക്കുകയും കാത്തിരിക്കുകയും ചെയ്തതാണ് ഇക്കാര്യം. കാരണം അവർ ഓരോരുത്തരും അത്ര കണ്ട് ജയകൃഷ്ണനെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നു എന്നത് രഹസ്യവും എന്നാൽ പരസ്യവുമായ ഒരു സത്യമായിരുന്നു. പിന്നെ അവനെ കാണുമ്പോഴുള്ള ഈ ദേഷ്യവും ഒറ്റപ്പെടുത്തലുമൊക്കെ അവരുടെയെല്ലാം വെറും നാട്യം മാത്രമായിരുന്നു. നന്ദേട്ടൻ്റെ മനസ്സിൽ അനിയനെന്ന് വെച്ചാൽ ജീവനായിരുന്നു. ആ നിലയ്ക്ക് അവിടെയുള്ളവർക്ക് മാലിനിയോടായിരിക്കും സ്നേഹവും അതിലുപരി കരുതലും ഉണ്ടായിരിക്കുക. അതോടെ വാണിയുടെ മനസ്സിൽ ചെമ്പകശ്ശേരിയിലുള്ള ഓരോരുത്തരുടെയും മനസ്സുകളിൽ തന്നോടുള്ള അവളുടെ ഇഷ്ടവും സ്നേഹവും കുറയുമെന്ന പേടിയായിരുന്നു. അതിനെല്ലാം കാരണക്കാരി മാലിനിയാണെന്നും അങ്ങനെ വാണി തന്നെ അവളുടെ പൊട്ടബുദ്ധിയിൽ നെയ്തുകൊടുത്ത ചില അഭിപ്രായങ്ങളുടെ പേരിലാണ് മാലിനിയിൽ നിന്നും അകന്നു നിൽക്കാൻ കാരണം. എങ്കിലും മനസ്സിലെ ആ സംശയങ്ങളെല്ലാം ഒളിച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവർ കാണെ അവൾക്ക് സംശയമൊന്നും തോന്നാതിരിക്കാനായി അവൾ മാലിനിയെ നോക്കി ഒരു വിളറിയോ പുഞ്ചിരിയോടെ നിന്നു. ഈ സമയം ഈ ഒരു കാര്യം അറിഞ്ഞ നിമിഷം മുതൽ ജയകൃഷ്ണൻ്റെ മനസ്സ് അതൊന്ന് വേറെ തന്നെയായിരുന്നു. സംശയങ്ങളുടെ 1000 ചോദ്യങ്ങളുടെയും ഒരു കൂമ്പാരമായി തീർന്നിരിക്കുന്നു ഇപ്പോൾ അവൻ്റെ മനസ്സ്. അതുകൊണ്ടുതന്നെ ഡോക്ടർ പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം കേട്ട് അവൻ്റെ വീട്ടുകാർ അവനെ നോക്കി പുഞ്ചിരിക്കുന്നത് കണ്ടപ്പോൾ താനൊരു കോമാളിയാണെന്ന് അവന് സ്വയം തോന്നിപ്പോകുന്നു. അതോടെ ഇതിൻ്റെ സത്യം അതെന്താണെന്നറിയാൻ കഴിയാത്തതിനാൽ മനസ്സ് കൂടുതൽ അസ്വസ്ഥമായി. അവർക്കിടയിൽ നിന്നും എങ്ങനെയും പോയാൽ മതി എന്ന് മാത്രമായി അവന്. എന്നാൽ ഈ ഒരു കാര്യം അറിഞ്ഞ നിമിഷം മുതൽ മാലിനി വളരെയധികം സന്തോഷത്തിലുമായിരുന്നു.